ഗൈസ് വൈകുന്നേരം ആയപ്പോൾ ചെക്ക വന്ന് വിളിച്ചു. എന്താ വെച്ചാൽ നമ്മളന്ന് ബാറ്ററി കൊടുത്തിനല്ലോ, അപ്പോൾ ബാറ്ററി വാങ്ങാൻ വേണ്ടി പോവാണ്. അങ്ങനെ നമ്മളെ സ്പോട്ടിലെത്തി. നമ്മളിത് മൂന്നാമത്തെ തൊട്ടാണ് ബാറ്ററി വാങ്ങാനായിട്ട് വരുന്നത്. ഇന്ന് തന്നില്ല വിഷയമൊക്കെ വിചാരിച്ച് പോയേനെ. അപ്പം സംഭവം നമ്മളെ കൈ കിട്ടിയാണ്. അങ്ങനെ ചെക്കനായപ്പോ സാധനം നമ്മളെ കയറ്റിട്ട് ഫിറ്റ് ചെയ്തു. ബാറ്ററി വെച്ച് പക്ഷേ ഇൻഡിക്കേറ്റർ എത്തില്ല. എന്താ വെച്ചാൽ ബാറ്ററി കുടിക്കുന്നതിന് ശേഷം നമ്മളെ ഇൻഡിക്കേറ്റർ ലൈറ്റ് ഒന്നും അങ്ങനെ കത്തില്ല. നമ്മളെ ബാറ്ററിന്റെ പ്രശ്നം ആയിരിക്കുന്നത്. അങ്ങനെ നമ്മൾ അടുത്ത വർഷം പോയി നോക്കാൻ വിചാരിച്ചു. അപ്പോൾ അടുത്ത വർഷം പോയപ്പോഴാണ് അടുത്ത കാക്കറിന് വയറിങ് മൊത്തം മാറ്റണം എന്ന്. അങ്ങനെ ആ പരിപാടി കഴിഞ്ഞാൽ നമ്മൾ വൈകുന്നേരം ആയപ്പോൾ നമ്മൾ ജിമ്മിലേക്ക് ഇറങ്ങി. അപ്പോഴാണ് നമ്മളെ ചെക്കൻ വരുന്നത്. കാരണം നമ്മളെ ചെക്കൻ്റെ മൊബൈലിൽ നിന്ന് കിട്ടു പറഞ്ഞിനി. അങ്ങനെ നമ്മൾ മൊബൈൽ ഷോപ്പിലെത്തി. അങ്ങനെ നമ്മളെ ചെക്കനെ ഒരു ദിവസം മൊബൈലില്ലാതെ നിന്നതിന്റെ ചെക്കൻ്റെ കയ്യിൽ ചെക്കൻ്റെ ഫോൺ കിട്ടി. അതിന്റെ സന്തോഷം ഇപ്പോൾ ചെക്കനെല്ലാം അറിയാനുണ്ട്. അങ്ങനെയാണ് നിൽക്കുമ്പോഴാണ് ചെക്ക ഒരു ദിവസം മൊബൈൽ ഇല്ലാത്തതിന്റെ കയപ്പോന്റെ കൈമൽ ചെക്കൻ കാര്യമായിട്ട് എന്തൊക്കെ എഴുതിയൊക്കെ വെച്ചാണ്. അങ്ങനെ അതിന്റെ ശേഷം നമ്മൾ നേരെ പോയി ജിമ്മിലേക്കാണ് ഇന്ന്. അപ്പോൾ നന്നായിട്ട് വാമപ്പും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മൾ ബൈസെപ്സിനാണ് കളി. ഇതാണ് അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ജിമ്മിൽ. അങ്ങനെ കളിച്ചുകൊണ്ട് നമ്മളെ ശരത്തേട്ടാണ്. ഇതാണ് നമ്മളെ ട്രെയിനർ. ഇന്നിപ്പോൾ നമ്മളെ ജിം ബ്രോനെ നേരെ വൈകിയതിനോട് നമ്മൾ പുതിയൊരു ബ്രോനും കൂട്ടി നമ്മൾ കളി അങ്ങോട്ടേക്ക് തുടങ്ങി. അങ്ങനെ അവിടെ നിൽക്കുമ്പോഴാണ് നമ്മളെ ചെക്കൻ കാര്യമായിട്ട് എന്തൊക്കെയോ നോക്കി നിൽക്കുന്നുണ്ട്. അങ്ങനെ അതൊക്കെ നോക്കിയിട്ട് നമ്മളെ കളി മെല്ലെ തീർക്കാനായിട്ട് വിചാരിച്ചു. ഇവിടെ ചെക്കന്മാരൊക്കെ നല്ല കളി കളിക്കുന്നുണ്ട്. കുറച്ച് നേരം പണ്ട് നമ്മളെ ജിംബ്രോ അതാ കയറി വരുന്നത്. ഇതാണ് വേണ്ടത്. അങ്ങനെ ചെക്കൻ്റെ കളിയാണ് നമ്മൾ കാത്തുന്നത്. നമ്മൾ വരെ പോയി. അപ്പോൾ ഓക്കെ ബൈ.